എത്തുന്നു. ശ്രീ മമ്മൂട്ടി ഈ സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രത്തിൽ ക്യാമിയോ എത്തുന്നു. വ്യാപക റോങ്. അങ്ങനെ പ്രചാരണങ്ങളുണ്ടായിരുന്നു. ഉണ്ടായില്ല. കേട്ടിരുന്നോ അത്? ഞാനും കേട്ടിരുന്നു. ആ. അതില് നമുക്ക് അങ്ങനെ ഒരു സ്ക്രിപ്റ്റില് ഒരു ക്യാരക്ടർ ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. ആ. അതിനെ കുറിച്ച് പല ചർച്ചകൾ നടന്നു. ആ. പക്ഷെ പിന്നെ നമ്മളത് ലാസ്റ്റിലേക്കാണ് ഷൂട്ട് ചെയ്യാൻ വെച്ചത്. ആ. ലാസ്റ്റിലേക്ക് ഷൂട്ട് ചെയ്യാൻ വെച്ച് പിന്നെ നമുക്ക് തോന്നിയത് അതിനകത്ത് സ്ക്രീൻ സ്പേസ് ഉം. അത്ര ഇല്ല. ഉം. അത്ര ഇല്ല. അപ്പൊ അതൊരു ക്രിയേറ്റീവ് ആയിട്ട് വേറൊരു രീതിയിൽ നമ്മള് ഉം. ചിന്തിച്ചാലോ എന്നിങ്ങനെ സ്പേസ് വളരെ ദോ ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് ക്യാരക്ടർ. ഉം. നമ്മൾ ഷൂട്ട് ചെയ്ത് വന്നപ്പോൾ അതിന്റെ സ്പേസ് അത്രേ വരുന്നുള്ളൂ ഉം. എന്നുള്ളതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഇത് ആടെന്ന് പറയുമ്പോൾ മമ്മൂക്ക എന്ന് പറയുന്ന ലെജൻഡറി ആക്ടറിന് ഇതിൽ വരുമ്പോൾ ആ ആ ആടെന്ന് പറയുന്ന കോൺസെപ്റ്റും മമ്മൂക്കും കൂടെ എങ്ങനെ ഉം. മാച്ചായി പോവും. മാച്ച് ആയി പോകും. പിന്നെ അദ്ദേഹത്തോട് പോയി പറയുമ്പോൾ തന്നെ ഉം. അതിനകത്തൊരു ലോജിക്ക് വേണം. നമ്മൾ അതിന് എന്തുകൊണ്ട് മമ്മൂക്ക എന്നുള്ളത് നമ്മൾ അദ്ദേഹത്തോട് പറയുമ്പോൾ അത് കൺവിൻസിങ് ആയിരിക്കണം. അപ്പം ഞങ്ങൾ പിന്നെ ആ സമയത്താണ് മമ്മൂക്ക ട്രീറ്റ്മെന്റിന് യെസ്, പോവുകയും യെസ്, യെസ്. വല്ലതും ഇതായിട്ട് പോയിട്ട് ചെന്ന പേട്രിയോട്ട് കഴിഞ്ഞിട്ടുമില്ല. അപ്പം പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ ഉം. പെട്ടെന്ന് ചിന്തിക്കേണ്ട എന്നുള്ള രീതിയിലേക്ക് എത്തി. പിന്നെ വേറെ പല നെയിംസും ഉം. ഉം. ഡിസ്കസ് ചെയ്യപ്പെട്ടു. ഉം. ഉം. പിന്നെയാണ് നമ്മളത് ആലോചിച്ചത് ആടെന്ന് പറയുന്ന ആളുകൾ എക്സ്പെക്ട് ചെയ്യുന്നത് ചിലപ്പോൾ ഇതായിരിക്കില്ല. ഉം. അതുകൊണ്ട് ഒരു ക്രിയേറ്റീവ് കോൾ അതിനകത്ത് എടുക്കാന്ന് പറഞ്ഞിട്ട് ഉം. ഒരു സർപ്രൈസ് ക്രിയേറ്റീവ് കോൾ അതിനകത്ത് എടുത്തിട്ടുണ്ട്. ഓക്കെ, യാ ഓക്കെ, ഓക്കെ. സോ ദാറ്റ് ഈസ് ഗോണ ബി എ മേജർ സർപ്രൈസ്. ഉം. ഉം. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നൈസ്. ഈ സിനിമയുടെ പിന്നെ ഇതിനകത്ത് ആ. ഗസ്റ്റ് അപ്പിയറൻസ് എന്ന് പറയാനായിട്ട് ഒരു ഹോളിവുഡിൽ നിന്നും ആ. ഒരു ആ. ആലിയ ബോൺ യെസ്, എന്ന് യെസ്. പറയുന്ന ഒരു പുതിയ ആക്ട്രസിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് മലയാളത്തിലേക്ക്. ഉം. ഉം. അവരവിടെ സ്റ്റൺ സ്പെഷ്യലിസ്റ്റും ഒക്കെ ആയിട്ട് ഒരുപാട് ഉം. സിനിമകളിൽ ഭാഗമായിട്ടുണ്ടെങ്കിലും അവർ ഇന്ത്യയിൽ വരുന്നത് തന്നെ ആദ്യമായിട്ടാണ്. ഉം. 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 മലയാളം എന്ന് പറയുന്നത് അവർക്ക് ബേസിക്കലി ഒരു ഏലിയൻ ലാംഗ്വേജ് ആണ്. ഏലിയൻ ലാംഗ്വേജ് ആൻഡ് ഷോക്കറായിരുന്നു. ആ. ആ. കാരണം ഇവിടെ ഇത്രയും ഇൻഡസ്ട്രി ഉണ്ടെന്നും ഇവിടെ ഇത്രയും ഭാഷയുണ്ടെന്നും ഇവിടെ ഇങ്ങനെയും കുറച്ച് ആൾക്കാർ ജീവിച്ചിരിപ്പുണ്ടെന്നും ഇവിടുന്നും കുറച്ച് സിനിമകൾ വരുന്നുണ്ടെന്നൊക്കെ അവരെ അറിയുന്നത് തന്നെ ഉം. ഇവിടെ വന്നതിന് ശേഷം. നമ്മൾ എല്ലാം ഓൺലൈനിലായിരുന്നു ഉം. അവരുടെ ഉം. ഉം. ഇന്റർവ്യൂസും കാര്യങ്ങളും ഒക്കെ. അങ്ങനെ അവരെ കൊണ്ടുവന്നു. കൊണ്ടുവന്നു കഴിഞ്ഞ് നമ്മൾ സ്ക്രീൻ ടെസ്റ്റ് ചെയ്തു. അവരുടെ മലയാളം ഒക്കെ നമ്മൾ തൽക്കാലം ഉം. ലിപ്പൊക്കെ ഉം. പഠിപ്പിച്ചെങ്കിലും അത്രയൊന്നും ആവശ്യമില്ല. നമ്മൾ ഉം. പണ്ടൊക്കെ മലയാള സിനിമയിൽ ചെറിയ ഇൻഡസ്ട്രി ആണല്ലോ. അപ്പം നമ്മൾ ഈ ഇങ്ങനെയുള്ള ആർട്ടിസ്റ്റുകളെ ഇന്ത്യയിൽ ഉള്ള തന്നെ ആക്ടേഴ്സിനെ ആരെങ്കിലും കൊണ്ടുവന്നൊക്കെ ഉം. അഭിനയിപ്പിക്കും. ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട്. ഉം. അവർക്കൊക്കെ ഈ മിക്കവാറും ഉള്ള ഈ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് വരുന്ന ഫോറിനേഴ്സിനൊക്കെ ഒരു വർഷങ്ങളായിട്ട് ഇവിടെ നിൽക്കുന്നവരാണ്. ഉം. അവർക്ക് ഇന്ത്യൻ ആധാർ കാർഡുണ്ട്. ഇന്ത്യൻ ആധാർ കാർഡ്, ഇന്ത്യൻ പാൻ കാർഡ്, ഇന്ത്യൻ ബാങ്ക് അക്കൗണ്ട് വരെയൊക്കെ ഉണ്ട്. അപ്പൊ അത് അതാണ് നമ്മൾ അതിന്റെ ഒരു മാനദണ്ഡമായിട്ട് നമ്മൾ എടുക്കുന്നത്. നമ്മൾ ആ പേപ്പർ വർക്ക് ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ അവരെ അഭിനയിക്കും. പക്ഷെ ഇവര് അവിടെ നിന്ന് വരുന്നവരാണ്. ഉം. ഇവർക്ക് ഇവിടെ അക്കൗണ്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല. മലയാള സിനിമ എന്ന് പറയുന്ന ഞാൻ പറയുന്ന ഒരു കൊച്ചു ഇൻഡസ്ട്രിയാണ്. നമ്മൾ സാധാരണ കൊണ്ടുവന്ന് അഭിനയിപ്പിച്ചിട്ട് അങ്ങ് വിടും. ഉം. അവിടെയാണ് നമ്മൾ ഇതിലെ ഒരു ഇമിഗ്രേഷന്റെ ഇതറിയുന്നത്. ഉം. ഇവരെ അത് ഇല്ലീഗലാണ്. ഓ. 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 ലേറ്റ് ആയിപ്പോയി. അപ്പം ഇവര് വന്ന് എല്ലാം കഴിഞ്ഞ് കോസ്റ്റ്യൂം ട്രയലും എല്ലാം കഴിഞ്ഞ് ആടിന്റെ ഷൂട്ടും തുടങ്ങി. ഇനി ഇവരെ നമുക്ക് മാറ്റുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. പോസിബിൾ അല്ല. ഇവരെ തന്നെ വേറൊരാളെ നമുക്ക് അവർ ടൂറിസ്റ്റ് വിസയിൽ വരുന്നു, ഒരു സ്ക്രിപ്റ്റ് വായിക്കുന്നു, ഒരു ക്യാരക്ടർ കോസ്റ്റ്യൂം ട്രയൽ കഴിഞ്ഞിട്ട് അവർ തിരിച്ചു വരിക. ഉം. ഷൂട്ടിംഗ് ആയി. ഇതെങ്ങനെയാണ് നമ്മൾ ഇവരെ ഇനി കൊണ്ടുവരിക? കാരണം കാനഡ ഇന്ത്യ ആയിട്ട് എന്തോ ഇഷ്യൂ വന്നിട്ട് ഉം. നമുക്ക് ഇത് ചെയ്യാനും പറ്റണില്ല. അങ്ങനെ ഇവര് മീൻ ബേസിക്കലി അവർ ഇന്ത്യയിൽ വന്നിട്ടില്ല. അവർക്ക് ഒരു പ്രോബ്ലം ഇല്ല. പക്ഷെ വിസ അപ്ലൈ ചെയ്യുമ്പോൾ ഉം. എന്തോ കാരണങ്ങൾ കൊണ്ട് ഉം. ബിസിനസ് വിസ അതായത് വർക്ക് വിസ റിജക്റ്റ് ആവുന്നു. ടെൻഷൻ അടിച്ചിട്ട് ഇരിക്കാൻ വയ്യ. അവസാനം നമ്മൾ സുരേഷ് ഗോപി സാറിനെ വിളിച്ചു. എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ജെന്യുവിനാന്ന് പറഞ്ഞു. ഈ ത്രൂ പ്രോപ്പർ ചാനൽ ഉം. അദ്ദേഹം ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്ത് തന്നു. ഒരു ഐ മീൻ സച്ച് എ ജെന്യുവിൻ പേഴ്സൺ ഈസ് എന്നുള്ളതിൻ്റെ എക്സാമ്പിളാണ്. അതായത് ഒരു കാര്യം ജെന്യുവിൻ ആണെന്ന് ഉം. അറിയുമ്പോൾ ഉം. പുള്ളി ഇടപെടുന്നു. ഒഫീഷ്യലായിട്ട് തന്നെ ഇടപെടുന്നു. എന്തുകൊണ്ട് എന്ന് കാര്യം അന്വേഷിക്കുന്നു. ചെറിയൊരു കാര്യ സിസ്റ്റത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. അത് വെച്ച് അവർ വന്നു. പ്രോപ്പർ ചാനലിൽ വന്നു. അവർ അഭിനയിച്ചു. അവർ പോയി. ഇദ്ദേഹം ഇത് ആദ്യമായിട്ടല്ലേ ഇപ്പം ആടുജീവിതത്തിന് അവരവിടെ അല്ല പെട്ടുപോയപ്പോഴൊക്കെ നമുക്ക് അങ്ങനെ ഒരാള് ആ. നമ്മളെ റെപ്രസെന്റ് ചെയ്ത് ഉണ്ടെന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹമാണ്. അദ്ദേഹത്തിന് അറിയുന്നവർക്ക് പുള്ളി ജെന്യുവിൻ കാര്യമാണെങ്കിൽ സുരേഷ് ചേട്ടൻ അത് നമുക്ക് ഹെൽപ്പ് ചെയ്ത് തരും. നമുക്ക് വേറെ ആരാ നമ്മളെ വിളിക്കും ഒരു കാര്യത്തിന്? വേറെ ആരാ നമുക്ക് സിനിമയെക്കുറിച്ച് അറിയാവുന്ന
എക്സ്റ്റേണൽ അഫയേഴ്സ് എക്സ്റ്റേണൽ അഫയൻസിൽ ഉള്ള മിനിസ്റ്ററായിട്ട് ഇരിക്കുമ്പോൾ നമുക്കതൊരു വലിയ അനുഗ്രഹമാണ്. സുരേഷിന് നമുക്ക് വലിയൊരു ഹെൽപ്പ് അവിടെ ചെയ്തു തന്നിട്ടുണ്ട്. ചെറിയ ഒരു കാര്യമാണ്, പക്ഷെ നമ്മളത് സുരേഷ് ചേട്ടനെ പോലെ ഒരാള് സിനിമയെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ദ പ്രോസസ് ക്യാൻ ടേക്ക് എ ലോങ്ങർ ടൈം. ഇത് നമുക്ക് എത്രയും വേഗം ചെയ്തു, കുറച്ച് നാൾ വെയിറ്റ് ചെയ്തെങ്കിലും എത്രയും വേഗം ചെയ്തു തന്നു. അവര് വന്നു, അഭിനയിച്ചു, പ്രോപ്പർ ചാനലിൽ തന്നെ വന്നു, അഭിനയിച്ചു പോയി. ഈ സിനിമയിൽ മറ്റൊരു ഒരു ക്യാമിയോ അല്ലെങ്കിൽ മറ്റൊരു അപ്പിയറൻസ് ആയിട്ട് പലപ്പോഴും സോഷ്യൽ മീഡിയ സർഫേസ് തരുന്ന മറ്റൊരു പ്രചാരം എന്ന് പറയുന്നത് നിഖില വിമൽ ഈ സിനിമയിൽ ഒരു ഡാൻസ് നമ്പറിൽ നിഖില വിമൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ പ്രസ് കോൺഫറൻസിൽ കാണാൻ. അത് വളരെ ഗ്ലാമറസ് ആയിട്ട് അവരെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നു ആണോ എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. എന്തായിരിക്കും? കാരണം നിഖിലയും നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ. അങ്ങനെ ഒരു അറ്റംപ്റ്റ് നടത്തി നോക്കുന്നുണ്ടോ? നിഖില വിമൽ എന്ന് പറയുന്നത് മലയാളത്തിലെ ഏറ്റവും നല്ല, ഞങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല ആക്ട്രസുകളിൽ ഒരാളാണ്. മിഥുൻ മാനുവൽ തോമസിന്റെ അടുത്ത സിനിമകളിൽ ശക്തമായ ചെറുതും വലുതുമായ വേഷങ്ങൾ നിഖില ചെയ്തിട്ടുണ്ട്. ആട് പോലൊരു സിനിമയിൽ ഇത്രയും നല്ലൊരു ആക്ട്രസ്സായ നിഖില വിമലിനെ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ ഐറ്റം ഡാൻസ് കളിപ്പിച്ചിട്ട് വിടും എന്ന് തോന്നുന്നുണ്ട്. ഇത് എവിടെ നിന്നാണ് ഇത് വന്നതെന്ന് പോലും അറിഞ്ഞൂടാ. അത് കുറുക്കി കൊള്ളുന്ന ഉത്തരം നിഖില തന്നെ തന്നിട്ടുണ്ട്. ഞാൻ പ്രസ് കോൺഫറൻസിൽ പറയാം. അപ്പൊ എന്തായാലും അതവിടെ നിക്കട്ടെ, ഞങ്ങൾ അത് പറയാം. അർദ്ധസദ്യയാക്കി വെക്കല്ലേ. എന്തായാലും ഉടനെ തന്നെ ട്രെയിലർ ലോഞ്ച് വരുന്നുണ്ടല്ലോ. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രസിനെ മീറ്റ് ചെയ്യുമല്ലോ, പറയാം. എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ, കുറച്ചും കൂടെ അങ്ങോട്ട് പൊക്കോട്ടെ. മറ്റൊരു കാര്യത്തിൽ ക്ലാരിറ്റി വരുത്താനുള്ളത്, ആടിന്റെ ഏറ്റവും വലിയൊരു ഒരു പവർഫുൾ ഫാക്ടർ, ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് ഷാൻ റഹ്മാന്റെ മ്യൂസിക് ആണ്. ഓരോ ക്യാരക്ടേഴ്സിനും കൊടുക്കുന്ന തീം മ്യൂസിക്, ഇവിടുത്തെ ഓവറോൾ ഉള്ള ഹ്യൂമർ സ്വഭാവം നിലനിർത്തിയിട്ടുള്ള അദ്ദേഹത്തിന്റെ RR ബാക്കിങ്. പക്ഷെ ഈ അടുത്ത് അദ്ദേഹത്തെ 1-2 സിനിമകളിൽ നിന്ന്, അദ്ദേഹം മ്യൂസിക് ചെയ്യുന്ന പടങ്ങളിൽ നിന്ന് അദ്ദേഹത്തെ ലാസ്റ്റ് നിമിഷം ട്രെയിലറൊക്കെ ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ പേരായിരിക്കും, അവസാനം പെട്ടെന്ന് അദ്ദേഹത്തിന്റെ പേര് മായുകയും വേറൊരു മ്യൂസിക് ഡയറക്ടർ അവിടേക്ക് വരികയും, ഗോപി സുന്ദർ ഉൾപ്പെടെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ബൊബ്ബയുടെ സമയത്ത് ദിലീപേട്ടൻ വിളിച്ച് പറയാണ് ഒരു സിനിമയുണ്ട് രക്ഷിക്കണേടാ എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് നിമിഷം അദ്ദേഹം വരുന്നു എന്നൊക്കെ പറയാണ്. ഈ ഷാൻ റഹ്മാനുള്ള വിശ്വാസം ആളുകൾക്ക് എന്തെങ്കിലും രീതിയിൽ നഷ്ടപ്പെടുന്നുണ്ടോ? അതൊക്കെ ഓരോ സിനിമകളുടെ ഇതാണ്. അതിനെ കുറിച്ച് ഡീറ്റെയിൽ ഓരോ സിനിമയ്ക്കും ഓരോ എക്സ്പെക്ടേഷൻ, ക്രിയേറ്റീവ് ഡിഫറൻസുകൾ നമുക്ക് ഓരോ സിനിമയിലും പല ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. ആ സിനിമകളിൽ എന്താ സംഭവിച്ചെന്നുള്ളത് എനിക്കറിയില്ല. നമ്മുടെ ഇതിൽ ഒറിജിനൽ മ്യൂസിക് ഡയറക്ടർ, ഒറിജിനൽ തീം, ഇതിൽ ലോഡ് കൂടുതലാണ്. ഇതിൽ ലോഡ് എന്ന് പറയുന്നത് ഒരുപാട് ലോഡുണ്ട്. കാരണം പഴയ കാലം, പുതിയ കാലം, അങ്ങനത്തെ ലോഡ് കൂടുതലുണ്ട്. ഷാൻ റഹ്മാൻ തന്നെ മ്യൂസിക് ഡയറക്ടറും ഷാനാണ്. ഈ പഴയ തീം ആണെങ്കിൽ ഇതെല്ലാം റീഡു ആണ്, പുതിയ ഇൻസ്ട്രുമെന്റേഷൻ, പുതിയ അത് ബിജിഎത്തിന്റെ ഭാഗമാണ്. സോ ലോഡ് കൂടുതലാണ്. അപ്പം നമ്മൾ ഒറിജിനൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറയുന്ന ഈ ഫ്രഷ് ആയിട്ട് വരുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ട്, അത് ഡോൺ വിൻസെന്റ് ആണ് ചെയ്യുന്നത്. രണ്ടും പാരലലി ആണ് വർക്ക് നടക്കുന്നത്. ഇവർ രണ്ടും കൂടെ മെർജ് ആക്കുകയാണ്, രണ്ടുപേരും. അപ്പം രണ്ടുപേരും കൂടെ കൊളാബറേറ്റ് ചെയ്താണ്.